ഹായ് ഓൾ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒരു വെഡ്ഡിംഗ് ഇൻവിറ്റേഷൻ വീഡിയോ എഡിറ്റിംഗ് ആണ്. വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണേ. നമ്മൾ ഈ പ്രൊജക്റ്റ് എഡിറ്റിരിക്കുന്ന ആപ്ലിക്കേഷൻ അലൈറ്റ് മോഷൻ ആണ്. വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയയ്ക്കുക. ആദ്യം നമുക്ക് നമ്മൾ വീഡിയോ കണ്ടതിന് ശേഷം വീഡിയോ എഡിറ്റ് ചെയ്യാം. കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ഇടയ്ക്ക് കട്ടാക്കിയിരിക്കുന്നത്. ഫുള്ളായിട്ടുള്ള ഔട്ട്പുട്ടും ഫോട്ടോസുകളും വീഡിയോസുകളും എല്ലാം ടെലിഗ്രാം ചാനലും അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പ് ചാനലും കൊടുത്തിട്ടുണ്ട്. രണ്ടും ജോയിൻ ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പ്രിവ്യൂ കണ്ട രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ഒരു വെഡ്ഡിംഗ് ഇൻവിറ്റേഷൻ വീഡിയോ എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്നാണ് ഈ വീഡിയോ പറഞ്ഞിരുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. ഫോട്ടോസുകൾ മാത്രം ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇതിനകത്ത് പേരുകൾ യൂസ് ചെയ്തിരിക്കുന്ന ഫോണ്ടുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് ഡൗൺലോഡ് ചെയ്യുക. അല്ലെങ്കിൽ മിസ്സിംഗ് ഫോണ്ട് എന്നായിരിക്കും എഴുതി കാണിക്കുന്നത്. നിങ്ങൾ അലൈറ്റ് മോഷൻ ഇൻസ്റ്റാൾ ചെയ്യുക, അതിനുശേഷം ലോഗിൻ ചെയ്യുക. അതിനുശേഷം ജസ്റ്റ് ലിങ്കിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി നമ്മുടെ ആപ്ലിക്കേഷനിലേക്ക് ഓപ്പണായിട്ട് ലഭിക്കുന്നത്. ഇത് ചെയ്യാനായിട്ട് ഫുൾ പ്രൊജക്റ്റിൻ്റെ പ്രീസെറ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുള്ളതുകൊണ്ട് ജസ്റ്റ് നമുക്കൊന്ന് എഡിറ്റ് ചെയ്താൽ മാത്രം മതി. ഇത് 3Dയിലും കൂടിയാണ് എഡിറ്റ് ചെയ്തിരിക്കുന്നത്. ലിങ്ക് നിങ്ങൾ ആദ്യം ഡൗൺലോഡ് ചെയ്യുക. ലിങ്ക് ഡൗൺലോഡ് ചെയ്ത ശേഷം ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുന്നത് നമ്മൾ പ്രിവ്യൂ കണ്ടിരിക്കുന്ന ഔട്ട്പുട്ടാണ് ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. 3Dയിലോട്ട് മാറ്റാനായിട്ട് സൈഡിൽ കൊടുത്തിരിക്കുന്ന ക്യാമറ ഐക്കൺ എനേബിൾ ചെയ്യുക. ഇപ്പോൾ നമുക്ക് 3Dയിലാണ് ഇത് കാണുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് ലെയറുകൾക്ക് താഴോട്ട് നോക്കാനത് കാണാൻ സാധിക്കും. അതൊന്നും ശ്രദ്ധിക്കേണ്ട, ഞാൻ പറയുന്ന ഭാഗം മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇവിടെ നിങ്ങൾക്ക് പ്ലേ ചെയ്യാൻ നേരത്ത് ഇവിടെ ഓ ശ്രീ ഗണേശ നമഃ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് അത് വേണമെങ്കിൽ എഡിറ്റ് ചെയ്യേണ്ട താഴോട്ട് മാറ്റാൻ നേരത്ത് ഇവിടെ നിങ്ങൾക്കൊരു യെല്ലോ ലെയർ കാണാൻ സാധിക്കും. താഴെ കാണുന്നുണ്ട് യെല്ലോ ലെയർ, അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത ശേഷം താഴെ എഡിറ്റ് ടെക്സ്റ്റ് കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നിങ്ങൾക്ക് വേറെ എന്ത് വേണമെങ്കിലും എഴുതി കൊടുക്കാവുന്നതാണ്. അത് യൂസ് ചെയ്തിരിക്കുന്ന ഫോണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അടുത്ത ബീറ്റ് മാർക്ക് 6 സെക്കൻഡ് 54 മില്ലി സെക്കൻഡ് മുതലാണ് നമ്മൾ ഫസ്റ്റിലത്തെ ഫോട്ടോ ആഡ് ചെയ്തിരിക്കുന്നത്. ഫോട്ടോ എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞുതരാം. അത് നമുക്ക് ഏതൊക്കെ പാർട്ട് എവിടെയൊക്കെയാണ് എഡിറ്റിംഗ് പറഞ്ഞതെന്ന് കാണിച്ചു തരാം. ഇവിടെ നിങ്ങൾക്ക് ഫോട്ടോ എഡിറ്റ് ചെയ്യുന്ന ഭാഗം, അതിനുശേഷം 13 സെക്കൻഡിന് ശേഷം ഗേളിൻ്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്, ബ്രൈഡിൻ്റെ. ആ പേര് നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് മുകളിലോട്ട് മാറ്റാൻ നേരത്ത് പേര് കൊടുത്ത് ലെയർ കാണാൻ സാധിക്കും. യെല്ലോ ലെയർ ക്ലിക്ക് ചെയ്യുക, എഡിറ്റ് ജസ്റ്റ് എടുക്കുക. ഇവിടെ പേര് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളെ പേര് കറക്റ്റായിട്ട് കൊടുക്കുക. ഫോട്ടോയുടെ കാര്യം ഞാൻ അടുത്തായിട്ട് പറയാം. 19 സെക്കൻഡിന് ശേഷം ബോയുടെ പേര് കൊടുക്കുന്ന സ്ഥലമുണ്ട്. അത് നമുക്ക് മുകളിലോട്ട് മാറ്റാൻ നേരത്ത് ഇവിടെ നിങ്ങൾക്ക് ഗ്രൂംസിൻ്റെ അകത്ത് കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് മീത്തൊന്ന് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അടുത്ത സെക്കൻഡ് 22 സെക്കൻഡ് 0.6 മില്ലി സെക്കൻഡ് മുതൽ നമ്മൾ വെഡ്ഡിങ് നടക്കുന്ന മുഹൂർത്തവും കറക്റ്റായിട്ട് കൊടുക്കുക. മുഹൂർത്തം കൊടുക്കേണ്ട ലെയറുകൾ കൊടുത്തിട്ടുണ്ട്. മുഹൂർത്തത്തിൻ്റെ ടൈമുകളെ, നടക്കുന്ന അമ്പലം അല്ലെങ്കിൽ ഓഡിറ്റോറിയം എന്നുള്ള പേര് കറക്റ്റായിട്ട് കൊടുക്കുക. 28 സെക്കൻഡിന് ശേഷം നമ്മൾ ഡേറ്റുകൾ കറക്റ്റായിട്ട് കൊടുക്കുക. അതായത് വെഡ്ഡിങ് ഡേറ്റുകൾ കൊടുക്കേണ്ട യെല്ലോ ലെയർ ക്ലിക്ക് എഡിറ്റേഴ്സ് ഇവിടെ സൺഡേ 28 മെയ് കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് വെഡ്ഡിങ് ഡേറ്റ് കറക്റ്റായിട്ട് കൊടുക്കുക. അടുത്ത ബീറ്റ് മാർക്ക്, ഓരോ റെഡ് ലൈനാണ് ബീറ്റ് മാർക്ക് എന്ന് പറയുന്നത്. 34 മില്ലി സെക്കൻഡിന് ശേഷം സേവ് ഡേറ്റ്, ഫോട്ടോസ് ഡേറ്റ് ഉണ്ടെങ്കിൽ ആ ഡേറ്റ് കറക്റ്റായിട്ട് ഇവിടെ കൊടുക്കുക. ഇത്രയും പറഞ്ഞ് മനസ്സിലായല്ലോ എഡിറ്റ് ചെയ്യേണ്ട ഭാഗങ്ങൾ എവിടെയൊക്കെയാണ്. ഇനി അടുത്തായിട്ട് ഞാൻ ഫോട്ടോ എഡിറ്റ് ചെയ്യേണ്ട ഭാഗം മാത്രമേ പറഞ്ഞു തരത്തുള്ളൂ. അതിന് നമ്മളൊരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ട്. അതായത് നോർമൽ ഫോട്ടോ PNG ഫോട്ടോ ആക്കാൻ എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം. ഈ ആപ്ലിക്കേഷൻ എടുത്തിട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്ന സ്റ്റാർട്ട് വിത്ത് ഫോട്ടോ സെലക്ട് ചെയ്യുക. ഇവിടെ നമ്മൾ 3 ഫോട്ടോസുകളാണ് എഡിറ്റ് ചെയ്യേണ്ടത്. ബോയുടെ ഫോട്ടോയും ഗേളിൻ്റെ ഫോട്ടോയും 2 പേരും ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോയും ആഡ് ചെയ്ത് കൊടുക്കാം. ഫോട്ടോ ആഡ് ചെയ്ത ശേഷം മൂന്നാമത്തെ ഓപ്ഷൻ ഉണ്ട്, റിമൂവ് ബാക്ക്ഗ്രൗണ്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതി. നമുക്കിത് PNG ഫോട്ടോ ആയിട്ട് ലഭിക്കുന്നതാണ്. എല്ലാ ഫോട്ടോയും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫോട്ടോസാണ് ആഡ് ചെയ്യുന്നത്. സേവ് ചെയ്യുക. സേവ് ചെയ്ത ശേഷം ബാക്ക് അടിക്കുക. അടുത്തായിട്ട് വീണ്ടും പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. റൈറ്റ് സൈഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഗാലറി ചെല്ലാൻ നേരത്ത് നമ്മൾ ഗേളിൻ്റെ ഫോട്ടോയും കറക്റ്റായിട്ട് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. മുകളിൽ സെലക്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. മൂന്നാമത് റിമൂവ് ബാക്ക്ഗ്രൗണ്ട് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മതി. നമുക്ക് PNG ഫോട്ടോ ആയിട്ട് ലഭിക്കുന്നതാണ്. പറഞ്ഞു മനസ്സിലല്ലോ. അടുത്തൊരു ഫോട്ടോ വേണം.
രണ്ട് പേര് നിൽക്കുന്നത് അതും സേവ് ചെയ്യുക. വീണ്ടും നമ്മൾ ബാക്ക് അടിക്കുക. വീണ്ടും അടുത്ത ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് രണ്ട് പേര് നിൽക്കുന്ന ഒരു ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുക. റിമൂവ് ബാക്ക്ഗ്രൗണ്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നെറ്റ് ഓൺ ആക്കിയിരിക്കണം, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുപോലെ 3 ഫോട്ടോസുകൾ എഡിറ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മൾ ഫുൾ പ്രൊജക്റ്റ് അലൈറ്റ് മോഷൻ ഓപ്പൺ ചെയ്യുക. ചെയ്ത ശേഷം ഇവിടെ നിങ്ങൾക്ക് സൈഡിൽ ക്യാമറ ഐക്കൺ എനേബിൾ ചെയ്യുക. ചെയ്ത ശേഷം ഫസ്റ്റിലത്തെ ഫോട്ടോ ആഡ് ചെയ്യുന്ന ഏറ്റവും ടോപ്പിലാണ് ഫോട്ടോസുകൾ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ഫോട്ടോ 6 സെക്കൻഡ് 56 മില്ലി സെക്കൻഡിന് ശേഷം നിങ്ങൾക്ക് ഏറ്റവും ടോപ്പിലായിട്ട് കാണാൻ സാധിക്കും ആ ഫോട്ടോയുടെ ലെയർ കാണുന്നുണ്ടല്ലോ. ഫോട്ടോ ക്ലിക്ക് ചെയ്യുക, കളർ ആൻഡ് ഫിൽ സെലക്ട് ചെയ്യുക. റൈറ്റ് സൈഡിൽ കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നത് ഗാലറി ചെല്ലുന്നത് ഇവിടെ 2 പേര് നിൽക്കുന്ന ഫോട്ടോസുകൾ ഒരെണ്ണം ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ എഡിറ്റ് ചെയ്ത ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുക. മുകളിൽ കൊടുത്തിരിക്കുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ ആഡ് ചെയ്യുന്ന ഫോട്ടോ താഴെ പോയിട്ടുണ്ടെങ്കിൽ മൂവ് ആൻഡ് ട്രാൻസ്ഫർ സെലക്ട് ചെയ്തിട്ട് ഫസ്റ്റിലത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. മുകളിലോട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് വെച്ചാൽ മാത്രം മതി. ഫോട്ടോ ചെറുതാണെങ്കിൽ മൂന്നാമത് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് സൂം ഇൻ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതും വലത്തോട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്താൽ മതി. ഫോട്ടോയുടെ വലിപ്പം കൂടുന്ന കാണാൻ സാധിക്കും. ഫോട്ടോ നേരെയാക്കി കൊടുക്കുക. ഇതുപോലെ തന്നെ നെക്സ്റ്റ് അടുത്ത ബീറ്റ് മാർക്ക് 13 സെക്കൻഡിന് ശേഷം നമുക്ക് ഗേളിൻ്റെ ഫോട്ടോ കാണാൻ സാധിക്കും. അത് ഇതുപോലെ ഫോട്ടോ ക്ലിക്ക് ചെയ്തിട്ട് കളർ ആൻഡ് ഫിൽ സെലക്ട് ചെയ്യുക. റൈറ്റ് സൈഡിൽ കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നത് ഗേളിൻ്റെ ഫോട്ടോ കറക്റ്റായിട്ട് കൊടുക്കുക. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഫോട്ടോ താഴെ പോയിട്ടുണ്ടെങ്കിൽ മൂവ് ആൻഡ് സെലക്ട് ചെയ്തിട്ട് ഇങ്ങനെ മുകളിലോട്ട് ഡ്രാഗ് ചെയ്ത് വെക്കുക. ഫോട്ടോയുടെ വലിപ്പം കൂട്ടാനായിട്ട് സൂം ഇൻ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. വേണമെങ്കിൽ പേര് ചെയ്യേണ്ട മുമ്പ് ഞാൻ പറഞ്ഞു, എന്നാലും പറയുകയാണ്. താഴെ ഡ്രാഗ് ചെയ്യാവുന്നത് ബ്രൈഡിൻ്റെ യെല്ലോ ലെയർ കാണാൻ സാധിക്കും. ഇത് ക്ലിക്ക് ചെയ്യുക, എഡിറ്റ് ടെസ്റ്റ് എടുക്കുക. അതിനുശേഷം പേര് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. പറഞ്ഞ് മനസ്സിലായല്ലോ. അതിനുശേഷം നമുക്ക് നെക്സ്റ്റ് ഗേൾ ബോയുടെ ഫോട്ടോ സ്ഥലമാണ് 19 സെക്കൻഡിന് ശേഷം വരുന്ന സ്ഥലത്ത് ഫോട്ടോസുകൾ ആഡ് ചെയ്യുന്ന എല്ലാം ടോപ്പിലായിരിക്കും, ഏറ്റവും മുകളിലായിരിക്കും ഫോട്ടോസുകൾ വരുന്നത്. അത് ക്ലിക്ക് ചെയ്യുക. ബോയുടെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. ആ ഫോട്ടോ ക്ലിക്ക് ചെയ്തിട്ട് കളർ ആൻഡ് ഫിൽ സെറ്റ് ചെയ്യുക. മുമ്പ് പറഞ്ഞ പോലെ തന്നെ കറക്റ്റായിട്ട് ചെയ്യുക. വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമോടെ ഒരു ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയയ്ക്കുക. വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. ലൈക്ക് ചെയ്ത പോലെ ഇതുപോലെ തന്നെ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഫോട്ടോയുടെ സൈഡിൽ കോർപ്പായി പോയിട്ടുണ്ട്. കളർ ആൻഡ് ഫിൽസിനകത്ത് ഇതിനകത്ത് ഫിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഫിറ്റ് ഓപ്ഷൻ മനസ്സിലായല്ലോ. കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ ചെയ്യുക. വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. ഔട്ട്പുട്ട് എല്ലാം നിങ്ങൾക്ക് കണ്ടാൽ ക്ലാരിറ്റി എഫക്റ്റ് മനസ്സിലാകത്തുള്ള ഔട്ട്പുട്ടൊക്കെ ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട്. വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക. വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ എഡിറ്റ് ചെയ്യുക. പറഞ്ഞ് മനസ്സിലായല്ലോ. ഇനി നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. പ്ലേ ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് പ്രിവ്യൂ കണ്ടിരിക്കുന്ന രീതിയിലൊരു വെഡ്ഡിങ് ഇൻവിറ്റേഷൻ വീഡിയോ ഉണ്ടാക്കാൻ വളരെ ഈസി ആയിട്ട് സാധിക്കുന്നതാണ്. ഇത് ഹിന്ദുസിൻ്റെ വെഡ്ഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ എഡിറ്റിംഗ് ആണ്. വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം. നമുക്കിനി HD ക്വാളിറ്റി വീഡിയോ സേവ് ചെയ്യേണ്ട അങ്ങനെ പറഞ്ഞു തരാം. കാണുന്നുണ്ടോ, നമുക്ക് അടിപൊളിയായിട്ടൊരു വെഡ്ഡിങ് ഇൻവിറ്റേഷൻ വീഡിയോ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. സേവ് ചെയ്യാനായിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് വീഡിയോസിനകത്ത് ഫുൾ HD ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് താഴെ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് വിജയം സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു ഓൾ.